കഴിഞ്ഞ ക്ലാസ്സിലെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദ ഇമ്പാക്റ്റ് ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ വലിയ സ്വാധീനത്തെക്കുറിച്ച് ഓരോന്നായി നാം പറഞ്ഞുകൊണ്ടിരിക്കുക. വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മിക്ക പ്രാർത്ഥനകളിൽ കൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ഈ ക്ലാസ്സുകളിൽ കൂടെ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ സ്വാധീനം ഓരോന്നക്കമിട്ട് നമ്മൾ പഠിക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ പഠിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, അതൊന്നുകൂടെ വിശദമാക്കിയാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ എ പ്രേയിങ് ചർച്ച് ബിക്കം എ മിഷണറി ചർച്ച് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഒരു മിഷണറി ചർച്ചായിട്ട് മാറി. അവരെ പ്രാർത്ഥിച്ചപ്പോൾ, അവരുപവസിച്ചപ്പോൾ രണ്ട് മിഷണറിമാര്, ലോകപ്രസിദ്ധരായ രണ്ട് മിഷണറിമാർ ആന്റിയോക്യൻ ചർച്ചിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആന്റിയോക്യൻ ചർച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യെരുശലേം ചർച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മിഷണറി ചർച്ചായിട്ട് മാറിയത് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആന്റിയോക്യൻ ചർച്ചാണ്. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. 3-ാം വാക്യം, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പിന്നെ നമ്മൾ ഓർഡിനേഷൻ എന്നാ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭകളൊക്കെ പറയുന്നത് ലേയിങ് ഓൺ ഹാൻഡ്സ്, കൈവപ്പ് ശുശ്രൂഷ അല്ലെങ്കിൽ ഓർഡിനേഷൻ എന്നൊക്കെ പറയും. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചർച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. സോ ഒരു ചർച്ച് മിഷണറി ചർച്ച് ആകണമെങ്കിൽ ആ ചർച്ചിൽ എന്തുണ്ടാകണം? ആരാധനയും പ്രാർത്ഥനയും ഉയരണം. ഇന്ന് ചർച്ച് ഒരു സ്ഥാപനമായി തരം താഴുന്നുണ്ട്. ചർച്ച് ഒരു ഓർഗനൈസേഷനായി പോയി. ചർച്ച് ഒരു ഓർഗനൈസേഷനായിട്ട് ചർച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാനുള്ള ഒരു സംഘടനയായിട്ട് മാറി. കുട്ടികളുടെ സമർപ്പണം നടക്കണം, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം, മരിച്ചാൽ കുഴിച്ചിടണം. അപ്പൊ ഇതിനാ ചർച്ച് മെമ്പർഷിപ്പ്. മറ്റ് ആക്ടിവിറ്റീസുകളൊന്നുമില്ല. പക്ഷെ ഒരു ചർച്ചിന്റെ ഏറ്റവും വലിയ ചർച്ച് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ ചർച്ച് ഒരു സെൻഡിങ് ചർച്ച് ആയിരിക്കണം. ആ ചർച്ച് ഒരു സെൻഡിങ് ചർച്ച് ആയിരിക്കണം. അപ്പൊ ആ ചർച്ച് ഒരു സെൻഡിങ് ചർച്ച് ആകണമെങ്കിൽ, ഒരു മിഷണറി സ്പിരിറ്റ് ആ ചർച്ചിൽ ഉണ്ടാകണമെങ്കിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചർച്ചിനകത്ത് നിന്ന് മിഷൻ സ്പിരിറ്റ് ഉള്ള ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കും. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ലോക ചരിത്രം കീഴ്മേൽ മറിഞ്ഞു. കേവലം യൂറോപ്യൻ അല്ലെങ്കിൽ മധ്യധരണി, മിഡിൽ ഈസ്റ്റിൽ ആ സ്ഥലങ്ങളിൽ മാത്രമല്ല, ഇന്ന് ലോകം എവിടെയെല്ലാം വ്യാപിച്ച ആളുകളുണ്ടോ അവിടെയെല്ലാം ചർച്ചയായ ഒരു മനുഷ്യനായി അപ്പോസ്തലനായ പൗലോസ് മാറി. വലിയൊരു മനുഷ്യനായിട്ട് മാറി. മിഷണറി യാത്രകൾ ധാരാളം ചെയ്തു. നമ്മൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചവരെ ഇവിടെ ധാരാളം കാണും. ദൈവദാസന്മാരായിട്ടുള്ളവരുണ്ട്. 3 മിഷണറി യാത്രയെക്കുറിച്ച് പഠിക്കുന്നുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് 3 മിഷണറി യാത്ര അല്ല ചെയ്തത്. അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ബൈബിൾ സ്കൂളിലെ കരിക്കുലത്തിൻ്റെ അകത്ത് 3 മിഷണറി യാത്രയെന്ന് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പോസ്തലനായ പൗലോസ് സ്വതന്ത്രനായി മിഷണറി യാത്ര ചെയ്തത് 3 മിഷണറി യാത്രയേ ഉള്ളൂ. പക്ഷേ സ്വതന്ത്രനല്ലാതെ താൻ ഒരു പിടിക്കപ്പെട്ടവനായി, കെട്ടപ്പെട്ടവനായി പിന്നെയും യാത്രകൾ ചെയ്തു. അതും മിഷണറി യാത്രയായിട്ട് കണക്ക് കൂട്ടണം. ആ യാത്രയിലാണ് ലേഖനങ്ങൾ എഴുതിയത്. അപ്പോൾ 5 മുതൽ 7 വരെ മിഷണറി യാത്രകളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അത് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അപ്പം അപ്പോസ്തലനായ പൗലോസ് ഒരു ഗ്രേറ്റ് മിഷണറി ആയിരുന്നു. 1-2 വാക്കുകൾ പൗലോസിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 ആധികാരികമായ പുസ്തകം ഞാൻ പറയാം. ഒന്ന്, ഫ്രെഡറിക് വില്യം ഫരാർ എന്ന് പറയുന്ന ആള് എഴുതിയ ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് സെന്റ് പോൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. FW ഫരാർ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ
ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് സെന്റ് പോൾ. ആ പുസ്തകം വായിക്കണം. അതൊരു വലിയ ചരിത്രകാരനാണ് അദ്ദേഹം. പൗലോസിന്റെ സമകാലികനായ ഒരു ചരിത്രകാരനാണ് FW ഫരാർ. അദ്ദേഹം ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് സെന്റ് പോൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദമായി ഒരു ബയോഗ്രഫി എഴുതുന്ന പോലെ പൗലോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 2, വില്യം മിച്ചൽ റംസെ എന്ന് പറയുന്ന ഒരാളാണ്. വില്യം മിച്ചൽ റംസെ. അത് എഴുതിയിരിക്കുന്നത് സെന്റ് പോൾ ദ ട്രാവലർ ആൻഡ് റോമൻ സിറ്റിസൺ. ഇത് പൗലോസിന്റെ ജീവചരിത്രത്തിന്റെ ഒരു ആകത്തുക അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഈ 2 പുസ്തകങ്ങൾ വായിക്കാതെ പൗലോസിനെ കുറിച്ചുള്ള പഠനം പൂർണ്ണമാകുന്നില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് പൗലോസിന്റെ ജീവചരിത്രമല്ല, പൗലോസിന്റെ ശുശ്രൂഷകളാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്, താൻ ചെയ്ത കാര്യങ്ങളൊക്കെ. പക്ഷെ പൗലോസിന്റെ ജീവചരിത്രം ചരിത്രകാരന്മാർ, സമകാലികരായ ചരിത്രകാരന്മാർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കണം. ഈ രാജു മേത്ര എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അറിയാം. കാരണം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. രാജു മേത്ര എന്ന് പറയുന്ന ദേവദാസൻ പൗലോസിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കണം. കാരണം അദ്ദേഹം ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ അറിയാം. ഞാൻ കഴിഞ്ഞ ഒരു ബൈബിൾ കോളേജിൽ, നിങ്ങൾ പലരും പഠിച്ച ബൈബിൾ കോളേജിൽ പൗലോസിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, പൗലോസ് ഒരു പാവപ്പെട്ടവനാണെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനാ തെളിവെന്താ? തെളിവൊന്നുമില്ല. പൗലോസിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പൗലോസിനെ കുറിച്ച് അങ്ങനെ പറയരുത്, പൗലോസ് പാവപ്പെട്ടവനായിരുന്നു എന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല. പൗലോസിന്റെ ആസ്തി, പൗലോസ് താമസിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, തർസോസില്. അത് കൊണ്ടുപോയത് ആരാണെന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസിന്റെ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങളെ ഗൈഡായിട്ട് അവിടെ കൊണ്ടുപോകുന്നത്. റോൺ ചാൾസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് പലസ്തീനിൽ ചർച്ച ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു സ്റ്റഡി ടൂർ ഉണ്ടായിരുന്നു. ഇസ്രായേലിലെ ഒരു ആർക്കിയോളജിക്കൽ സർവേയുടെ ചീഫായിരുന്നു അദ്ദേഹം, ഈ റോൺ ചാൾസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ വൈദിക വിദ്യാർത്ഥികൾ ഈ അവിടെ പോകുന്നത്. അവിടെ പോയിട്ട് പൗലോസിൻ്റെ പാദമൂന്നിയ സ്ഥലങ്ങൾ, പൗലോസ് താമസിച്ചു എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ കാണാനൊക്കെ ഭാഗ്യമുണ്ടായി. ഓക്കെ, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. പരിമിതമായ പഠനങ്ങൾ ദോഷം ചെയ്യും. പൗലോസിനെ കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. പൗലോസ് കപ്പൽ വ്യാപാരം ചെയ്യുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അപ്പൊ പൗലോസിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുക. വിശ്വാസം സംബന്ധിച്ച് താൻ ക്രിസ്ത്യാനിയായിരുന്നു, ക്രിസ്ത്യൻ ഫെയ്ത്ത് ഉള്ള ഒരാളാണ്. മതം സംബന്ധിച്ച് യഹൂദനായിരുന്നു. സംസ്കാരം സംബന്ധിച്ച് ഒരു യവനനായിരുന്നു. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് അപ്പോസ്റ്റൽ പോൾ. ക്രിസ്ത്യൻ ഫെയ്ത്ത് വിത്ത് എ ഹിബ്രു റിലീജിയൻ ആൻഡ് ഗ്രീക്ക് കൾച്ചർ. അതാണ് പൗലോസിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അന്നത്തെ കാലത്തെ അതുല്യനായ ഒരു മനുഷ്യന്റെ, ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ അഭ്യസിച്ച ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. നമുക്ക് 14 ലേഖനങ്ങൾ അദ്ദേഹം എഴുതി തന്നു. 14 ലേഖനങ്ങൾ. 8 സഭയ്ക്ക് 10 ലേഖനങ്ങളും 3 പേർക്ക് 4 ലേഖനങ്ങളും അദ്ദേഹം എഴുതി. എത്രയാ? 8 സഭയ്ക്ക് 10 ലേഖനങ്ങളും 3 ആളുകൾക്ക് 4 ലേഖനങ്ങളും അദ്ദേഹം എഴുതി. ഫിലോമോൻ, തീത്തോസ്, തിമോത്തി. 4 ലേഖനങ്ങൾ. തിമോത്തിയോസിന് 1-2 ലേഖനങ്ങളും തീത്തോസ് ഫിലോമനും ഓരോ ലേഖനങ്ങളും. ഇപ്പൊ ഈ തിയോളജിക്കലായിട്ട് പൗലോസിന്റെ സ്ഥാനം എന്താ? തിയോളജിക്കലായിട്ട് പൗലോസിന്റെ സ്ഥാനം, ഒന്ന് സോറ്റീരിയോളജിക്കൽ എപ്പിസ്റ്റൽസ് പൗലോസിൻ്റെതാണ്. എന്ന് പറഞ്ഞാൽ സഭയുടെ ഭരണഘടന എഴുതിയത് അപ്പോസ്തലനായ പൗലോസാ. അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കി തന്നത് യേശുക്രിസ്തു ആണെങ്കിലും സഭയുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രകടന പത്രിക എഴുതിയത് അപ്പോസ്തലനായ പൗലോസ്. അതാണ്
സോക്ടീരിയോളജിക്കൽ എപ്പിസ്റ്റൽ എന്ന് പറയുന്നത്, രക്ഷാശാസ്ത്രം. റോമൻസ്, ഗലേഷ്യൻസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൊരിന്ത്യൻസ്. കേട്ടെ, ഇത് സോറ്റീരിയോളജിക്കൽ എപ്പിസ്റ്റൽസാണ്. രക്ഷയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളാണിത്. ഇത് സഭയുടെ ഡോക്ട്രിനൽ ബുക്സാണ്. 2, ക്രൈസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം നമുക്ക് തന്നത് പൗലോസാണ്. ഹു ഈസ് ക്രൈസ്റ്റ്, ആരാണ് യേശുവെന്ന് വ്യക്തമായി ചിത്രം വരച്ചു തന്ന ആള് പൗലോസാണ്. ഏതൊക്കെയാ? എഫീഷ്യൻസ്, കൊലോഷ്യൻസ്, ഫിലിപ്പിയൻസ്, എബ്രായറും പൗലോസും തന്നെ എഴുതിയതാ കേട്ടോ, അതിന് സംശയമൊന്നും വേണ്ട. എഫീഷ്യൻസ്, കൊലോഷ്യൻസ്, ഫിലിപ്പിയൻസ്, ഹീബ്രൂസ്, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ക്രൈസ്റ്റോളജിയാണ്. ഹു ഈസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു ദൈവമെന്ന് ആവർത്തിച്ചുറപ്പിക്കുന്ന പുസ്തകമാണ് ഈ 4 ലേഖനങ്ങൾ. 3, എക്ലീസിയോളജി, സഭാശാസ്ത്രം നമുക്ക് തന്നത് പൗലോസ. അതാണ് 1ഉം 2ഉം തീത്തോസിന്റെ ലേഖനങ്ങൾ. അതാണ് സഭാശാസ്ത്രം. എന്താണ് സഭ? സഭ തീമോഥെയോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ സഭ എന്നാണ്. ദ പില്ലർ ആൻഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ട്രൂത്ത്. ദ പില്ലർ ആൻഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ സഭ. അവിടെ സഭയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് ദ ട്രൂത്ത് എന്നാണ് പൗലോസ് ഇട്ടിരിക്കുന്നത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ചർച്ച്? ദ ട്രൂത്ത്. ട്രൂത്ത് എന്ന വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നത് എമിറ്റ് എന്ന് പറയുന്ന ഒരു എബ്രായ വാക്കാണ്. എമിറ്റ് എന്ന് പറയുന്ന എബ്രായ വാക്ക് എഴുതുന്നത്, ഇങ്ങോട്ട് നോക്കിയാൽ, ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ അലിസാൻറ്റി? പറഞ്ഞാന്നാ എനിക്ക് ഓർമ്മ. ഓർക്കുന്നുണ്ടോ? എമിറ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞ എമിറ്റ് എന്ന് പറഞ്ഞാൽ സത്യം, ട്രൂത്ത്. അതിന് സത്യം എന്നല്ല, യഥാർത്ഥം എന്ന് മലയാളത്തിൽ പറയണേ, യഥാർത്ഥം. അത് എഴുതുന്നത് എബ്രായ വാക്കിൽ എമിറ്റ് എഴുതുന്നത് എന്നാന്ന് ചോദിച്ചാൽ, എബ്രായ ആൽഫബറ്റിന്റെ അക്ഷരമാലയുടെ ആദ്യത്തെ അക്ഷരവും ഏറ്റവും അവസാനത്തെ അക്ഷരവും ഏറ്റവും നടുക്ക് അക്ഷരമാലയുടെ നടുക്കത്തെ അക്ഷരം. ഏതൊക്കെയാ? ആദ്യത്തെ അക്ഷരം, നടുക്കത്തെ അക്ഷരം, അവസാനത്തെ അക്ഷരം. ഈ 3 അക്ഷരങ്ങളും കൂടെ ചേർത്താണ് സത്യം എന്ന എമിറ്റ് എന്ന വാക്ക് എഴുതുന്നത്. അതിന്റെ അർത്ഥം എന്നറിയാമോ? സത്യം അറിയുക എന്ന് പറഞ്ഞാൽ തുടക്കം അറിയണം. സത്യം അറിയുക എന്ന് പറഞ്ഞാൽ ഒടുക്കം അറിയണം. സത്യം അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ മധ്യഭാഗം അറിയണം. അങ്ങനെ അറിയുന്നവർക്ക് സത്യം അറിയാവൂ. ഇത് തുടക്കം അറിയത്തില്ല, ഒടുക്കം അറിയത്തില്ല, മധ്യഭാഗം അറിയത്തില്ല, സത്യമാണെന്ന് പറയുക. അതുകൊണ്ടാണ് പിലാത്തോസിന് മുമ്പിൽ സത്യം എന്നാൽ എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചു. സ്തോത്രം. ഇപ്പൊ സത്യം അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? വി ഷുഡ് നോ ദ ഹോൾ തിങ്, നോട്ട് പാർഷ്യൽ. സത്യം അറിയുക എന്ന് പറഞ്ഞാൽ ദ ഹോൾ തിങ് നമ്മൾ അറിയണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആമേൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സത്യം. അപ്പൊ നിങ്ങൾ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരാളോട് ചോദിക്കുമ്പോൾ മനസ്സിൽ ഈ അർത്ഥം വെച്ചോണ്ട് ചോദിക്കണം. സത്യം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സത്യം അറിയാമോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം യു ഷുഡ് നോ ഫ്രം ദ ബിഗിനിങ് ടുവേഴ്സ് ദ എൻഡ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഞാനാണ് സത്യമെന്ന് യേശു പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സത്യം അറിയാം. ഹല്ലേലൂയ. ഇതിന്റെ തുടക്കം അറിയാം, ഇതിന്റെ അവസാനം അറിയാം, ഇതിന്റെ മധ്യം അറിയാം. സ്തോത്രം. ഒരു മനുഷ്യനെ കുറിച്ചുള്ള സത്യം നമുക്കറിയാം. എന്തറിയാം? ഇന്ന് കാണുന്നതല്ല, അവൻ മരിച്ചാൽ അവൻ എവിടെ പോകുന്നു എന്ന് നമുക്കറിയാം. ഒടുക്കം അറിയാം.
സ്തോത്രം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം എക്ലീസിയോളജി, സഭാശാസ്ത്രം നമുക്ക് തന്നത് പൗലോസാണ്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം, 2-ാം ലേഖനം, തീത്തോസിന് ലേഖനം. അതിൻ്റെ അകത്താണ് 7 റെവലേഷൻസ് എഴുതിയിരിക്കുന്നത്. 7 റെവലേഷൻ ഉണ്ട്. സഭാശാസ്ത്രം അല്ലെങ്കിൽ പാസ്റ്ററൽ എപ്പിസ്റ്റിലൊക്കെ എപ്പോഴെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അന്നേരം അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോണം. 7 മാനിഫെസ്റ്റേഷൻ ഓഫ് പോൾ അതിൻ്റെ അകത്തുണ്ട്. പൗലോസ് നമുക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഈ 3 ലേഖനത്തിലാണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, 2 യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, 3 മരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, 4 സഭയെക്കുറിച്ചുള്ള വെളിപ്പാട്, 5 വർത്തമാനകാല ശുശ്രൂഷകളെ കുറിച്ചുള്ള വെളിപ്പാട്. ഇങ്ങനെ പറയപ്പെടുന്ന റെവലേഷൻസിന്റെ കൂമ്പാരമാണ് പാസ്റ്ററൽ എപ്പിസ്റ്റൽ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പം നമുക്ക് എക്ലീസിയോളജി തന്നത് പൗലോസാണ്. 4 എസ്കറ്റോളജിക്കൽ സബ്ജക്റ്റ് നമുക്ക് വെളിപ്പെടുത്തി തന്നത് പൗലോസാണ്. അതെവിടെയാ? 1 and 2 തെസ്സലോനിയൻസ്. 1 and 2 തെസ്സലോനിയൻസ്. അപ്പൊ who is Paul? Who is Paul? He is the product of prayer. He is the product of prayer. അങ്ങനെ അന്ത്യോക്യ സഭ പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇതുപോലൊരു മിഷണറി നമുക്ക് കിട്ടുമായിരുന്നു. രക്ഷാശാസ്ത്രം നമുക്ക് നൽകി തന്നു, ക്രിസ്തുശാസ്ത്രം നമുക്ക് നൽകി തന്നു, സഭാശാസ്ത്രം നമുക്ക് നൽകി തന്നു, അന്ത്യകാല ശാസ്ത്രം നമുക്ക് നൽകി തന്നു. 32-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ച് 36 വർഷം കർത്താവിൻ്റെ വേല ചെയ്ത് 68-ാമത്തെ വയസ്സിൽ റോമിലെ ഓസ്റ്റിൻ റോഡിൽ വെച്ച് രക്തസാക്ഷിയായി മരിച്ച ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. എൻ്റെ പുതപ്പും ചർമ്മലിഖിതങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വരണമെന്ന് തിമോഥെയോസിനോട് താനെ പറഞ്ഞു. ആ പുതപ്പും ചർമ്മലിഖിതങ്ങളും എടുത്തുകൊണ്ട് പൗലോസിന്റെ അടുക്കൽ വരുന്നതിന് 3 ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചു. അതാണ് അപ്പോസ്തലനായ പൗലോസ്. ഇനി ഏകദേശം 14 മുതൽ 20 ചർച്ചുകൾ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് വേദപുസ്തകം പറയുന്നു. 14 മുതൽ 20 ചർച്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ് എന്തെന്നറിയണ്ടേ? നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ് കേട്ടപ്പോൾ രാജാവ് പോലും ഭയപ്പെട്ട് അടിക്കാതെ വിട്ടു എന്ന വേദപുസ്തകം പറയുന്നു. ആ സിറ്റിസൺഷിപ്പിന്റെ പേര് പാട്രിയാഷ്യൻ. 2 സിറ്റിസൺ ആണ് റോമിലുള്ളത്. 2 സിറ്റിസൺ. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു തരത്തിലുള്ള സിറ്റിസൺസേ ഉള്ളൂ. ആരാണെങ്കിലും ഒരു പൗരത്വമേ ഉള്ളൂ. പക്ഷെ റോമിലൊക്കെ 2 തരത്തിലുള്ള പൗരത്വം ഉണ്ട്. 1-ാമത്തെ പൗരത്തിന്റെ പേര് പ്ലെബിയൻ എന്ന് പറയും. പ്ലെബിയൻ. അത് കോമൺ പീപ്പിളിനുള്ള പ്ലെബിയൻ, കോമൺ പീപ്പിൾ. 2-ാമത്തെ സിറ്റിസൺഷിപ്പാണ് പാട്രീഷ്യൻ. പാട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ സമ്പന്നരായ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന പൗരത്വം. സമ്പന്നരായ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന പൗരത്വം എന്ന് പറഞ്ഞാൽ രത്നവ്യാപാരികള്, പരവതാനി വ്യാപാരികള്, കപ്പൽ ഉടമസ്ഥര്, അങ്ങനെ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പൗരത്വമാണ് പാട്രീഷ്യൻ. അതുണ്ടായിരുന്നയാളാണ് അപ്പോസ്തലനായ പൗലോസ്. അവർക്ക് രാജാവിനെ എപ്പോൾ വേണമെങ്കിലും ചെന്ന് കാണാം. അപ്പോയിൻമെന്റ് ഇല്ലാതെ രാജാവിനെ കാണാം. അവരെ ക്രൂശിക്കാൻ കഴിയത്തില്ല. ക്രൂശിക്കരുത്. അവരുടെ ഡെഡ് ബോഡി വെള്ളത്തിലിടാനോ ഒരു രാത്രി മുഴുവൻ വെച്ചുകൊണ്ടിരിക്കാനോ ഒന്നും കഴിയത്തില്ല. പ്രത്യേക റൂൾ അവർക്കുണ്ട്. അവരെ ആർക്കും, നാട്ടുകാർക്കൊന്നും അടിക്കാനോ ഇടിക്കാനോ ഒന്നും നോക്കത്തില്ല. അത്ര പ്രത്യേക ഗവൺമെന്റിന്റെ സുരക്ഷയുള്ള VIP ട്രീറ്റ്മെന്റ് കിട്ടുന്ന ആളുകളാണ് ഈ പാട്രീഷ്യൻ എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. ഗ്രീക്കിന്റെ ക്ലാസിക്കൽ ലാംഗ്വേജ് നന്നായി വശമാക്കിയ ഒരാളാണ് പൗലോസ്. ക്ലാസിക്കൽ ലാംഗ്വേജ്. ഈ പൗലോസിന്റെ അരയോപക കുന്നിലുള്ള പ്രസംഗം കേൾക്കണം, ഒന്ന് വായിക്കണം. പ്രവൃത്തിയുള്ള പുസ്തകം 17-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു എന്താ പറയുക, ക്ലാസിക്കൽ സെർമൺ ഓഫ് പോൾ. ക്ലാസിക്കൽ സെർമൺ ഓഫ് പോൾ. അവിടെയാണ് ആ ക്ലാസിക്കൽ ലാംഗ്വേജ് അടിച്ചു കയറ്റിയിരിക്കുക. പിന്നെ എഫീഷ്യ ലേഖനത്തിൽ. സ്തോത്രം.
അപ്പൊ ഇതൊക്കെ നമ്മൾ ഗ്രീക്കിലാണല്ലോ കൂടുതൽ ഈ ഈ ഫിലോസഫേഴ്സ് ഉള്ളത്, കൂടുതൽ തത്വചിന്തകരുള്ള സ്ഥലമാണ് ഗ്രീക്ക്. ഗ്രീക്കിൽ നിന്നാ ഈ തത്വചിന്തകളെല്ലാം ഉത്ഭവിച്ചിട്ടുള്ളത്. സോക്രട്ടീസ് അവിടുന്ന, പിന്നെ പ്ലേറ്റോ അവിടുന്ന, അരിസ്റ്റോട്ടിൽ അവിടുന്ന, പിന്നെ എന്താ പറയുക പൈതഗോറസ് അവിടുന്നാണ്, ഡിമോക്രിഷ്യസ് അവിടുന്നാണ്, അനക്സാഗോറസ്, ഇങ്ങനെ പറയപ്പെടുന്ന ധാരാളം ഗ്രീക്ക് ചിന്തകന്മാരുള്ള ഒരു സ്ഥലമാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസ് ജനിച്ചു വളർന്ന ആ സ്ഥലം. ഹെറോഡോട്സ് എന്നൊക്കെ പറയുന്ന ഭയങ്കര ചരിത്രകാരനാണ്. അതുപോലെ തന്നെ ഇന്നും 7 അത്ഭുതങ്ങളിൽ 3-4 അത്ഭുതങ്ങൾ ഏതൻസിലാണ്, അല്ലെ? 7 അത്ഭുതങ്ങൾ, ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ 3-4 അത്ഭുതങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് ഏതൻസിലാണ്. ബിഗ് യൂണിവേഴ്സിറ്റീസ്, എല്ലാ വിശ്വവിദ്യാലയങ്ങൾ, വലിയ യൂണിവേഴ്സിറ്റികളുള്ളത് അവിടെയാ. ക്ഷേത്രങ്ങളുടെ നാടാണ് ഏതൻസ്. അഥേന ദേവിയുടെ പാർത്തനോൺ, അതുപോലെ തന്നെ അറ്റ്ലസിന്റെ ക്ഷേത്രം ഗ്രീസിലാണ്. ഇങ്ങനെ റിച്ച് കൾച്ചറുള്ള ഒരു സ്ഥലമാണ് അപ്പോസ്തലനായ പൗലോസ്. നമുക്കറിയാം, വെസ്റ്റേൺ ഫിലോസഫിയുടെ ഏറ്റവും അവസാനത്തെ വാക്ക് അരിസ്റ്റോട്ടിൻ്റെയാണ്. ഈ ഫിലോസഫിയൊക്കെ പഠിക്കും, വെസ്റ്റേൺ ഫിലോസഫിയുടെ ഏറ്റവും അവസാനത്തെ വാക്ക് പറഞ്ഞു നിർത്തിയിരിക്കുന്ന അരിസ്റ്റോട്ടിലാണ്. അതുകൊണ്ട് ഈ ശശി തരൂരൊക്കെ പ്രസംഗിക്കുമ്പോൾ അരിസ്റ്റോട്ടിന്റെ ഒരു വാക്ക് പറഞ്ഞ് പുള്ളി നിർത്തത്തുള്ളൂ. ഈ വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു പ്രത്യേകതയാണ്. അരിസ്റ്റോട്ടിൽ അത് പറഞ്ഞു നിർത്തിയപ്പോൾ അരിസ്റ്റോട്ടിൽ പറയാത്തൊരു തത്വചിന്ത പറഞ്ഞു നിർത്തിയ ആളാണ് പൗലോസ്. ഹോ എസ്സെ ആന്ത്രോപോസ്, ഹോ എസ്സെ ആന്ത്രോപോസ് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് തത്വചിന്തകന്മാരെ എല്ലാം ഒരു സൈഡിലാക്കി അതിനപ്പുറം കവിയുന്ന ഒരു തത്വസംഹിത പറഞ്ഞ ഉലകത്തിലെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ക്രിസ്തു ശിഷ്യനായ അപ്പോസ്തലനായ പൗലോസാണ്. ഒരു സ്തോത്രം പറയാം, സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ച് അവഗാഹമായി പഠിച്ച, നമുക്കത് വെളിപ്പെടുത്തി തന്ന, അറേബ്യൻ മരുഭൂമിയിൽ വർഷങ്ങളോളം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മോട് വന്ന് പറയുകയാണ്, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്തെന്നാൽ. പൗലോസിന് ഇത് ഭൂമിയിൽ നിന്ന് കിട്ടിയതല്ല, സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വലിയൊരു വെളിപ്പാടാണ് ലേഖനങ്ങളുടെ പരമ്പര. ദാറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രയർ. ഹി വാസ് എ മാൻ ഓഫ് പ്രയർ ആൻഡ് എ പ്രോഡക്റ്റ് ഓഫ് പ്രയർ. അപ്പോൾ എൻ്റെ വാക്കുകൾ ഒത്തിരി നീണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനോട് പറയുമ്പോൾ എനിക്ക് 1000 നാവാ. കാരണം ഈ പൗലോസ് അത്ര ശ്രദ്ധേയനായ ഒരു മനുഷ്യനായിരുന്നു. ഈ പൗലോസിനെ ക്രിസ്തുവിൽ കൊണ്ടുവന്നതാരാ, അല്ലെ ക്രിസ്തു ശിഷ്യനാക്കിയ ആളിന്റെ പേരാ ബർണബാസ്. ഇവരെ രണ്ടുപേരെ പരിശുദ്ധാത്മാവ് കൈവച്ച് പറഞ്ഞയക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തു ശിഷ്യനായി. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം പൗലോസിനെ ചുറ്റിമിന്നി, അല്ലെ? ഡോസ്ക, 1000 സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിച്ചാൽ ആ പ്രകാശത്തിന് പറയുന്ന പേരാണ് ഡോസ്ക. ആ പ്രകാശം പൗലോസിനെ ചുറ്റുമിന്നി. പൗലോസ് താഴെ വീണു, കണ്ണുകൾ ഇരുട്ടായിപ്പോയി. ഒരു മനുഷ്യൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസിനെ അനന്യാസിന്റെ വീട്ടിൽ കൊണ്ടുവന്നു, അന്ത്യോക്യ ചർച്ചിൽ കൊണ്ടുവന്നു. അതിനുശേഷം യെരുശലേമിലെ ചർച്ചിൽ കൊണ്ടുവന്നപ്പം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര് പൗലോസിനെ സ്വീകരിച്ചില്ല. അപ്പം അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ അടുത്ത് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ബർണബാസ്. അപ്പോസ്തലനായ പൗലോസിനെ ശിഷ്യന്മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത ആളാണ് ബർണബാസ്. ആ ബർണബാസിനെയും പൗലോസിനെയും വേലയ്ക്ക് വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതാണ് 13-ാം അധ്യായത്തിന്റെ പ്രത്യേകത. കേട്ടെ, പ്രാർത്ഥനയുടെ ഇമ്പാക്റ്റാണ് ഞാൻ ഈ പറയുന്നത്. പ്രാർത്ഥനയുടെ ഇമ്പാക്റ്റാണ്. ഞാനും നിങ്ങളും അവിടെയും ഇവിടെയും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, നാം അറിയാത്ത ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം എഴുന്നേൽപ്പിക്കും. നമ്മുടെ സഭയിൽ എഴുന്നേൽപ്പിക്കും, വീട്ടിൽ എഴുന്നേൽപ്പിക്കും. നാം അറിയാത്ത സ്ഥലങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ
ദൈവത്തിന് ആവശ്യമുള്ള ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അവർ ക്രിസ്തീയ സഭയ്ക്ക് മുതൽക്കൂട്ടായിരിക്കും. ക്രിസ്തീയ സഭയ്ക്ക് മുതൽക്കൂട്ടായിരിക്കും. ദാറ്റ്സ് ഇംപാക്ട് ഓഫ് പ്രയർ. ഹല്ലേലൂയ. സഭയെ മുടിക്കുന്നവനായിട്ട് നമ്മുടെ കണ്ണിൽ ഇപ്പോൾ കാണുന്ന ആളുകളായിരിക്കും അവരെ. പീഡിപ്പിക്കുന്ന ആളുകളായിട്ട് ലേബൽ കുത്തിയ ആളുകളായിരിക്കും അവര്. ക്രൈസ്തവ സഭയ്ക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അവര്. സ്തോത്രം. എന്നാൽ ആര് കണ്ടു ദൈവം അവരെ തിരഞ്ഞെടുക്കുകയില്ല എന്ന്? ദൈവം അവരെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അവരെ തിരഞ്ഞെടുക്കും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ സിനിമാ നടൻ ഇന്നസെന്റ് സ്നാനപ്പെട്ടതാണെന്ന്? സിനിമാ നടൻ ഇന്നസെന്റ് ജോണി വോക്കർ ആണോ പാസ്റ്റർ? അല്ലല്ല, ജോണി വോക്കർ. ടോണി വോക്കർ അല്ല, വേറൊരാൾ. അതേ ഉയരയില്ലാത്തൊരു മനുഷ്യനാണ്. അതേ ഉയരയില്ലാത്ത പ്രേംകുമാർ. പ്രേംകുമാർ. റൈറ്റ്, ടിറ്റി പ്രേംകുമാർ. പ്രേംകുമാർ സ്നാനപ്പെട്ട നല്ലൊരു വിശ്വാസിയാ. മോഹൻലാൽ എല്ലാ വർഷവും മുരിങ്ങൂർ ധ്യാനത്തിന് പോകാറുണ്ട്. ഞാനൊരിക്കൽ പി ജി റൈസുമായിട്ട് അങ്കിളുമായിട്ട് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ചെന്നപ്പോൾ മുമ്പിലത്തെ കസേരയിൽ അദ്ദേഹം കയറിയിരിക്കുന്നു. ഈ മോഹൻലാൽ മുമ്പിലത്തെ കസേരയിരിക്കുന്നു. ഈ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരു കുറെ റെഡ് ചെയേഴ്സ് കിടപ്പുണ്ട്. 1000 ചെയേഴ്സ് കാണും, റെഡ് ചെയേഴ്സ്. അത് മുഴുവൻ ഈ മോഹൻലാൽ വാങ്ങിച്ചു കൊടുത്തതാണ്. അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ആ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയി അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. അദ്ദേഹം സൗഖ്യമായി. സ്തോത്രം. ഹല്ലേലൂയ. വലിയവരെ ദൈവം തൊടുന്നുണ്ട്, വലിയവരെ ദൈവം തൊടുന്നുണ്ട്. സ്തോത്രം. ദൈവം അനേകരെ തൊടുന്നുണ്ട്, അനേകരെ രൂപാന്തരത്തിലേക്ക് ദൈവം നയിക്കുന്നുണ്ട്. പൗലൂസിനെയും ദൈവം ശൗലിനെ ദൈവം പൗലൂസായി രൂപാന്തരപ്പെടുത്തി. അപ്പം എ പ്രേയിങ് ചർച്ച് ബിക്കം എ മിഷണറി ചർച്ച്. പ്രാർത്ഥിക്കുന്ന സഭ ഒരു മിഷണറി ചർച്ചായിട്ട് മാറും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 3-ാമത്തെ വാക്യം, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ചത് ഒരു പോക്കായിരുന്നു. ലോകത്തെ കീഴ്മേൽ മറിയിക്കുന്ന മനുഷ്യരായി, ഇന്നും ചരിത്രത്തിൽ സ്ഥാനം നേടിയ മനുഷ്യരായി അപ്പോസ്തലനായി പൗലോസ് മാറി. അപ്പം നമുക്കതിന്മേൽ പൗലോസ് പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഒരു വെളിപ്പാടാണ്, ഒരു വെളിപ്പാടാണ്. ഞാൻ ഇനി ആ വാക്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. മിനിസ്റ്റർ ഇന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയും. അപ്പം അവിടെ വെളിപ്പാടെന്ന വാക്ക് എഴുതിയിരിക്കുന്നത് ദ ഓപ്പൺ യുവർ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇന്ന് ഞാൻ വെളിപ്പാടെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെളിപ്പാടിനെ ദൈവം തരും. അടുത്തത് ആ പ്രാർത്ഥനയുടെ അടുത്ത ഇമ്പാക്റ്റാണ്. നിങ്ങൾക്ക് ഇതുവരെയും കാണാൻ കഴിയാതിരുന്നത് ദൈവം കാണിച്ചു തരും. സ്തോത്രം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് 1:17 ഒന്ന് വായിക്കാം വെച്ചാ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചാൽ 4 കാര്യം കാണാൻ കഴിയും. 1, അവന്റെ വിളിയാലുള്ള ആശ, ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. 2, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് ഗ്രഹിക്കാൻ കഴിയും. 3, അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഈ 4 കാര്യമാ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്ന ഗ്രീക്ക് വാക്ക്, പിന്നീട് ഞാനിത് പറയാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, അങ്ങനെ ഇനി പറയണ്ടെന്ന് പറഞ്ഞു. ഒന്നേ പറ, അല്ലേ ഇനി അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. ഹൈപ്പേർഡ് ബീൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് അത്, ഹൈപ്പേർഡ് ബീൻ. അപ്പം അതിൻ്റെ അകത്ത്
4 വാക്കുകൾ പൗലോസ് ഈ പറഞ്ഞ വാക്യത്തിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്ന്, ഗോഡ്സ് ഡുനാമിസ് എന്ന് പറയും. ഗോഡ്സ് ഡുനാമിസ് എന്ന് പറഞ്ഞാൽ ഡുനാമിസ് അല്ലെ ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ ശക്തി എന്ന് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ അളവറ്റ ശക്തി, അതിന്റെ വലിപ്പം. ഗോഡ്സ് ഡുനാമിസ്. കിട്ടിയോ? വാക്ക് കിട്ടിയോ? ഗോഡ്സ് ഡുനാമിറ്റ്, അവന്റെ അളവറ്റ ശക്തി, അതിന്റെ വലിപ്പം നമുക്കറിയാൻ കഴിയും. 2, ഗോഡ്സ് എനർഗിയ. ഗോഡ്സ് എനർഗിയ. എനർഗിയ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ. ഗോഡ്സ് എനർഗിയ അറിയാൻ കഴിയും. എങ്ങനെയാ ദൈവം കാര്യം കൈകാര്യം ചെയ്യുന്നത്? ഗോഡ്സ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ. അതാണ് 18-ാം വാക്യം എഴുതിയിരിക്കുന്നത്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അറിയേണ്ടതിന്, ദ പ്ലാൻ ഓഫ് ഓപ്പറേഷൻ. 3, ഗോഡ്സ് ക്രിസ്റ്റോസ്. ഗോഡ്സ് ക്രിസ്റ്റോസ്. അവിടെ ക്രിസ്റ്റോസ് എന്ന് പറയുമ്പോൾ KRI എഴുതണേ, KRISTOS. ഗോഡ്സ് ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അർത്ഥം. ദ പവർ ഓഫ് റെസിസ്റ്റൻസ്. 4, ഗോഡ്സ് ഇസ്കൈസ്. ഗോഡ്സ് ഇസ്കൈസ്. ഞാൻ ചാറ്റിൽ എഴുതാം. ആ വാക്ക് ചിലപ്പോൾ അതിന്റെ സ്പെല്ലിംഗ് കിട്ടാൻ പറ്റിയെന്ന് വരില്ല. ISCHYS. ഗോഡ്സ് ഇസ്കൈസ് എന്ന് വായിക്കണം. ആ വാക്ക് കിട്ടിയോ? ഗോഡ്സ് ഇസ്കൈസ്. ഈ എഫീസ് ലേഖനം 1-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന 4 ഗ്രീക്ക് വാക്കുകൾ, പൗലോസ് ഉപയോഗിക്കുന്ന ക്ലാസിക്കൽ ഗ്രീക്ക് വാക്കുകളായി. ഏതൊക്കെയാ? ഗോഡ്സ് ഡുനാമിസ്. ഒന്ന് നോട്ടിൽ ഒന്നുകൂടെ നോക്കിയേ. ക്ലാസ് അല്ലേ, നമുക്ക് പതുക്കെ പോകാം. 1, ഗോഡ്സ് ഡുനാമിസ്, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അവന്റെ ശക്തിക്ക് അളവില്ല, വലിപ്പമേ ഉള്ളൂ. അവന്റെ ശക്തിക്ക് അളവില്ല, അവന്റെ ശക്തിക്ക് വലിപ്പമേ ഉള്ളൂ. അതാണ് ഗോഡ്സ് ഡുനാമിസ്. 2, ഗോഡ്സ് എനർഗിയ. ഗോഡ്സ് മെക്കാനിസം, ഗോഡ്സ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ. എങ്ങനെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. 3, ഗോഡ്സ് ക്രിസ്റ്റോസ്. ദ പവർ ഓഫ് റെസിസ്റ്റൻസ്. ദ പവർ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പവർ ഉണ്ട്. ആ പവറിനെ കുറിച്ച് നിങ്ങൾക്കറിയാൻ കഴിയും. 4, ഗോഡ്സ് ഇസ്കൈസ്. ഗോഡ്സ് ഇസ്കൈസ് എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് റിസറക്ഷൻ. ഗോഡ്സ് പവർ ഓഫ് റിസറക്ഷൻ, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സപ്തധാതുക്കളെ നിയന്ത്രിക്കുവാനും ചലിപ്പിക്കുവാനും കഴിയുന്ന ശക്തി എന്നതിന്റെ അർത്ഥം. ശരീരത്തിനകത്ത് സപ്തധാതുക്കളെ നിയന്ത്രിക്കുവാനും ചലിപ്പിക്കുവാനും കഴിയുന്ന ശക്തി. ആ ദൈവശക്തി മരിച്ചു കിടന്ന ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റ് വന്നു. അതിന് പറയുന്ന പേരാണ് ഗോഡ്സ് ഇസ്കൈസ്. ശരീരത്തിന്റെ സപ്തധാതുക്കളിൽ ഈ ശക്തി വ്യാപരിക്കും. ഏതാ ഈ സപ്തധാതുക്കള്? രസം, രക്തം, അസ്ഥി, ശുക്ലം, മജ്ജ, മേധസ്, മാംസം. ഈ സപ്തധാതുക്കളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. സ്തോത്രം. അപ്പൊ നിങ്ങളുടെ ഡെഡ് സെല്ലുകളൊക്കെ ശക്തിയുള്ളതായിട്ട് മാറും. മനുഷ്യന്റെ ക്ഷീണം മാറും, അനാരോഗ്യം മാറും, അവന്റെ മജ്ജകൾ സുന്ദരമായി മാറും, ശരീരത്തിന്റെ രോഗങ്ങൾ മാറും, ആരോഗ്യമില്ലാത്തവർ ആരോഗ്യമുള്ളവരായിട്ട് മാറും, അനാരോഗ്യം ശരീരത്തോട് വിട പറയും. ശരീരത്തിൽ വ്യാപരിക്കുന്ന മരണത്തെ ജീവനിലേക്ക് കർത്താവ് മടക്കിക്കൊണ്ടുവരും. ആ ശക്തിക്ക് പറയുന്ന പേരാണ് ഗോഡ്സ് ഇസ്കേസ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. അപ്പൊ ഈ 16-ാം വാക്യം തൊട്ട് 21-ാം വാക്യം വരെ ഒന്ന് വായിക്കണം. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ലോകം പ്രകമ്പനം കൊണ്ടു. സോൾജിയേഴ്സ് കേഡ്. സോൾജിയേഴ്സ് എല്ലാം ഭയപ്പെട്ടു പോയി, വീണുപോയി, അല്ലേ? റോമൻ ഇമ്പീരിയൽ സീൽ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ, ഈ റോമൻ ഇമ്പീരിയൽ സീൽ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ വിലയുള്ള ഒരു മുദ്ര.
അത് ഇൻവാല്യുബിൾ ആയെന്ന് അതിന്റെ അർത്ഥം. ഇൻവാല്യുബിൾ, ഡിസ്ട്രോയിഡ് അല്ല, ആ വാക്ക് ഉപയോഗിക്കരുത്. ഇറ്റ് ഈസ് ഇൻവാല്യുബിൾ ഇൻ ക്രൈസ്റ്റ് റിസറക്ഷൻ. റോമൻ സാമ്രാജ്യം പോലും ഇതിലെ പോയെന്ന് കണ്ടില്ല. പിന്നെ ഇറ്റ് വാസ് ഇൻവാല്യുബിൾ. അത് വിലയില്ലാത്തതായി പോയി. ആ റോമൻ ഇമ്പീരിയൽ സീലിന്റെ വില പോയില്ലേ? ആണോ? തല കുലുക്കിക്കേ. യേശുക്രിസ്തു Yes. ഉയർത്തെഴുന്നേറ്റപ്പോൾ റോമൻ മുദ്രയുടെ വില നഷ്ടപ്പെട്ടു പോയി. അതാ യേശുക്രിസ്തുവിന്റെ ഉയർത്തിന്റെ ഒരു പ്രത്യേകത. സ്റ്റോൺ റോൾഡ് അവേ. ഒരു വലിയ കല്ല് ലോകത്തിൽ ആർക്കും അതേ തൊടാൻ പറ്റുകയില്ല. കാരണം റോമൻ പട്ടാളക്കാർ ഉരുട്ടി വെച്ചത്, ഒരു രാജ്യത്തിന്റെ അടയാളമായിട്ട് ഉരുട്ടി വെച്ച കല്ല്, അതിനെ ഉരുട്ടി മാറ്റിയത് ദൂതന്മാരാ. ഭൂമിയിലെ നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു കൂട്ടം ദൂതന്മാർ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. Hallelujah. പ്രാർത്ഥിക്കുമ്പോൾ ആ ദൂതന്മാർ ആക്ട് ചെയ്യും. Amen. ദൂതന്മാരത് ഉരുട്ടി മാറ്റിയേച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യം അവരതിന്റെ മുകളിൽ കയറിയിരുന്നു എന്നുള്ളതാണ്. ഇനി വേറെ ആരും ഉരുട്ടി തിരിച്ചു കൊണ്ടുവരാതിരിക്കാനാ. ആ ഉരുട്ടി മാറ്റിയ കല്ലിന്റെ മുകളിൽ ദൂതന്മാര് കയറിയിരുന്നു. ഇനി ആർക്കെങ്കിലും അത് തൊടാൻ പറ്റുമോ? തിരിച്ചിങ്ങോട്ട് ഉരുട്ടാൻ പറ്റുമോ? പറ്റുകയില്ല. എന്നിട്ട് 4 phenomenal events happened when Jesus resurrected and Jesus died. 4 phenomenal things. Number 1, the darkness. Number 2, the curtain unveiled. Number 3, earthquake. Number 4, the dead raised. 1, ഇരുട്ടുണ്ടായി. 2, the curtain, ദേവാലയത്തിന്റെ തിരശീല മോള് തൊട്ട് താഴെ വരെ കീറിപ്പോയി. 3, ഭൂകമ്പമുണ്ടായി. 4, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. നോക്കുക, ഗോഡ്സ് ഈസ്കേസ് ആൻഡ് ഗോഡ്സ് ഡുനാമിസ്. ഗോഡ്സ് ഡുനാമിസ് ആൻഡ് ഗോഡ്സ് ക്രിസ്റ്റസ്. ആ പവർ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരുമെന്ന് ഞാൻ വിചാരിക്കുക. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. അങ്ങനെ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് 21-ാം വാക്യം ഒന്ന് വായിച്ചേ. 21-ാം വാക്യം, അവനെ വാഴ്ചകൾക്കും ശക്തികൾക്കും മേളിൽ ഇരുത്തി. ആ വാക്യം ഒന്ന് വായിച്ചേ. അവനെ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പിശാച് 4 മേഖലകളിൽ വർദ്ധിക്കുന്നു എന്നാണ്. പിശാച് പ്രവർത്തിക്കുന്ന 4 മേഖലകളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഈ പറയുന്ന 4 മേഖലകളുടെ മുകളിൽ യേശുവിനെ ദൈവം അധികാരിയാക്കി വെച്ചു. എവിടേക്കെയാ? ഓവർ എവരി ആർക്കൈ ഇരിക്കില്ല. എവരി ആർക്കൈ എന്ന് പറഞ്ഞ വാഴ്ചകൾ. എവരി കനോനാസ് എന്ന് പറഞ്ഞാൽ സകല നിയമങ്ങൾക്കും. എവരി ആർക്കൈ. നമ്പർ 2, ഓവർ എവരി ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ശക്തി. എവരി ഡൈനാമിക്സ് ആൻഡ് എവരി എക്സോസിയായി എന്ന് പറഞ്ഞാൽ എവരി അതോറിറ്റി. നമ്പർ 4, എവരി ക്യൂരിയോത്തോസ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം അല്ലെങ്കിൽ ഡൊമീനിയൻ. സോ ഓവർ എവരി പ്രിൻസിപ്പാലിറ്റി, ഓവർ എവരി പവർ, ഓവർ എവരി അതോറിറ്റി ആൻഡ് ഓവർ എവരി ഡൊമീനിയൻ. വാഴ്ചയ്ക്കും ശക്തിക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും മുകളിൽ അധികാരിയായി യേശുവിനെ ദൈവം നിയമിച്ചു. എന്നെ കേൾക്കുന്നവർ, ഇനി പിശാചിനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം വാഴ്ചയ്ക്കും ശക്തിക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും മുകളിൽ യേശു സമുന്നതനായ അധികാരിയായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? 23-ാം വാക്യം, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ
നിറവായിരിക്കുന്നു. ഈ അവന്റെ നിറം എത്ര ശരീരമായ പ്രാവശ്യം സഭയ്ക്ക് എഴുതിയിരിക്കുന്ന അറിയാമോ? എല്ലാറ്റിലും, പിന്നെ എന്റെ പിന്നാലെ പറഞ്ഞ എല്ലാറ്റിലും എല്ലാം എല്ലാറ്റിലും നിറയ്ക്കുന്നവന്റെ എല്ലാം നിറവായിരിക്കുന്ന നിറയ്ക്കുന്നവന്റെ അവന്റെ നിറവായിരിക്കുന്ന ശരീരമായ അവന്റെ സഭയ്ക്ക് ശരീരമായ കൊടുത്തു. സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. Praise the Lord. യേശുവിനെ ദൈവം സഭയ്ക്ക് ഇതേ അധികാരത്തോടു കൂടെ തിരിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? സഭ എന്ത് ചെയ്യണം? സഭ യേശുവിനെ കൊണ്ട് നിറയ്ക്കണം. അതിനാണ് വ്യാപരിക്കുന്ന എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. വ്യാപരിക്കുന്ന, പ്ലെരോമ എന്നൊരു വാക്കാതെ ഗ്രീക്കിൽ പ്ലെരോമ. പ്ലെരോമ എന്ന് പറഞ്ഞാൽ ഫിൽ ഇൻ ദ ഗ്യാപ്പ്, ശൂന്യമായ സ്ഥലത്തെ നിറയ്ക്കുന്നതിന് പറയുന്ന പേരാണ് പ്ലെരോമ. അപ്പൊ സഭ ഇനി ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടെങ്കിൽ യേശുവിനെ കൊണ്ട് നിറയ്ക്കണം. ഒരു നിരാശയുണ്ടെങ്കിൽ അവിടെ യേശുവിനെ കൊണ്ട് നിറയ്ക്കണം. ജീവിതത്തിൽ എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ ആ വേദന യേശുവിനെ കൊണ്ട് നിറയ്ക്കണം. അതിനാണ് യേശുവിനെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ നിറയ്ക്കണം. ഫിൽഡ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കണം. ഫിൽഡ് ബൈ ക്രൈസ്റ്റ്, ക്രിസ്തുവിനാൽ നിറയ്ക്കണം. ഫിൽ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ നിറയ്ക്കണം. ഫിൽഡ് വിത്ത് ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സൽഗുണങ്ങളെ കൊണ്ട് സഭയെ നിറയ്ക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് 17-ാം വാക്യത്തിൽ പറഞ്ഞത്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് എഫീസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ ഒരു ലഘുചിത്രം. ഇന്ന് വൈകുന്നേരം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയാണ്. ഈ വെളിപ്പാട് പ്രാപിക്കാൻ നമുക്ക് കഴിയുമോ? ഈ വെളിപ്പാട് പ്രാപിക്കാൻ നമുക്ക് കഴിയുമോ? ആർക്കെങ്കിലും കഴിയുമോ? എന്ന് പറഞ്ഞ ഒരു സ്തോത്രം പറഞ്ഞേ. ഈ വെളിപ്പാട് ദൈവങ്ങൾ പ്രാപിക്കണം. സ്തോത്രം. ഇപ്പൊ വെളിപ്പാടിന്റെ ഒരു 2-3 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. വെളിപ്പാടെന്ന് പറഞ്ഞാൽ റെവലേഷൻ എന്താന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു പോയി, അതുകൊണ്ട് അതും കൂടെ പറഞ്ഞേക്കാം. എബ്രായ വാക്ക് 4 വാക്കാ. ഒന്ന് റാ, RAH, റാ. ഞാനിവിടെ എഴുതാമേ. റാ, RAH, റാ എന്ന് പറഞ്ഞാൽ കാണുക. ടു സീ, ടു സീ. 2 യാത, യാത എന്ന് പറഞ്ഞാൽ ടു നോ, അറിയുക. 3 ഗാല, ഗാല എന്ന് പറഞ്ഞാൽ ടു അൺകവർ ഓർ റിവീൽ, പ്രകടമാകുക അല്ലെങ്കിൽ വെളിപ്പെടുക. 4 നിറാഹ്, നിറാഹ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷനാകുക. ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞ വാക്ക് പറഞ്ഞല്ലോ. പ്രത്യക്ഷനാകുക, പ്രകടമാകുക, പ്രത്യക്ഷനാകുക, സ്വയം കാണിച്ചു തരിക. അവൻ തന്നെത്താൻ കാണിച്ചു തരിക, സ്വയം കാണിക്കുക. ഹി മെയ്ഡ് ഹിംസെൽഫ് നോൺ, ഹി മെയ്ഡ് ഹിംസെൽഫ് നോൺ, ഹി ലെറ്റ് ഹിംസെൽഫ് ബി സീൻ, ഷോഡ് ഹിംസെൽഫ് എന്നൊക്കെ പറയും. അപ്പം വെളിപ്പാട് പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? വെളിപ്പാട് പ്രാപിക്കണം, വെളിപ്പാട് വേണം, റെവലേഷൻ വേണം, കാഴ്ചപ്പാട് വേണം, കാര്യങ്ങളെ കാണണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന്, യു ഹാവ് ടു സീ സംതിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്. യു ഹാവ് ടു സീ റാ ആൻഡ് യു ഹാവ് ടു നോ, അറിയണം, പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളെ കുറിച്ച് അറിയണം. നമ്പർ 3 ഗാല, യു ഹാവ് ടു അൺകവർ ആൻഡ് ഗെറ്റ് ദ തിങ്സ് നോൺ, ആ കാര്യങ്ങളെ കുറിച്ച് അറിയണം. ആൻഡ് നിറാഹ്, സ്വയമായിട്ടല്ലാതെ ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് പ്രാപിച്ച് ദൈവത്തിൽ ബലപ്പെടുന്നതിന് പറയുന്ന പേരാണ് നിരാഹ്. ഹല്ലേലൂയ. ഞാൻ അടുത്ത ക്ലാസ്സിൽ
അതിൻ്റെ കണ്ടിന്യൂഷൻ പറയാം. അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രത്യക്ഷനായി, അല്ലേ? അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ ഉൽപ്പത്തി 35:7 അവനൊരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരന് മുമ്പിൽ നിന്ന് യാക്കോബിന്റെ കാര്യം. അവനൊരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവിടെ വെച്ച് ദൈവം അവന് പ്രത്യക്ഷനായി. നിരാഹ് ഭയപ്പെട്ട യാക്കോബ്, മരണം മുന്നിൽ കണ്ട യാക്കോബ് ദൈവത്തെ അല്ല കാണുന്നത്. സഹോദരൻ ഊരിപ്പിടിച്ച വാളുമായി 400 പേരുമായിട്ട് നിൽക്കുന്നത് ആ മനുഷ്യൻ കാണുക, ഉൾക്കണ്ണിൽ കാണുക. എൻ്റെ മരണം മുൻപിൽ വരുന്നു. കൂട്ടത്തെ രണ്ടായി തിരിച്ചു. വേദനയോടുകൂടെ യബോക്ക് കടവ് കടന്നു ചെല്ലുമ്പോൾ 35:7 എഴുതിയിരിക്കുക, നിരാഹ്. മരണത്തെ മുൻപിൽ കാണുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ മരണത്തെ നീക്കിക്കളയുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിട്ട് ശത്രുവിന്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് നിരാഹ്. അതിന് മലയാളത്തിൽ എഴുതിയിരിക്കുക പ്രത്യക്ഷനായി. പ്രത്യക്ഷനായെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടായിരുന്നു? അതുവരെ കാണത്തില്ലായിരുന്നു. ഓടി വന്ന് ദൈവം കയറി നടുക്ക് കയറുന്നു. ഇന്ന് വൈകുന്നേരം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റിവീൽ, വെളിപ്പാടിനെ പ്രാപിക്കണം. റെവലേഷൻ വേണം നമുക്ക്. ഭയപ്പെടരുത്, വേദനപ്പെടരുത്. ദൈവം സഹായിക്കും. ആ വെളിപ്പാടിനെ പ്രാപിക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശക്തിയുള്ളവരായി നമുക്ക് പുതു വർഷത്തിലേക്ക് പ്രവേശിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ഇന്നത്തെ ക്ലാസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.